ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഷെഫ്. സൺഡേ ഒക്കെ അല്ലേ, മന്തി റൈസ് പോലെ ഒരു ബിരിയാണി ചെയ്യാം. ഒരു വീക്ക് ആയല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഇടയ്ക്ക് ഞാൻ കിച്ചണിയൊക്കെ കയറാറുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. സ്പൈസസ് റോസ്റ്റ് ചെയ്ത് ടൊമാറ്റോയും ഒനിയനും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും നാരങ്ങാനീരും. ഇനി നമ്മുടെ സ്വന്തം മുന്തിരി വൈൻ ഒഴിച്ചാണ് ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്നത്. വൈൻ്റെ ഫ്ലേവറുള്ള ചിക്കൻ്റെ മാരിനേഷൻ, അതാണ് ഇന്നത്തെ സ്പെഷ്യല്. 4 പീസാക്കി നന്നായിട്ട് വരഞ്ഞെടുത്ത ചിക്കനിലേക്ക് മസാല നന്നായിട്ട് അങ്ങ് പിടിപ്പിച്ചു കൊടുക്കാം. 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ കിളി ചലച്ചല്ലോ, ആരാ നോക്കിയിട്ട് വരാം. ചേച്ചിയുടെ ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ എത്തിയ ഗായ്സ്. അച്ഛനുള്ള സർപ്രൈസ് പിസയാണിത്. ലഞ്ചിന് ഇത് ധാരാളം, ബാക്കി പണി തുടങ്ങാം. ഗായ്സ്, 10ാം ക്ലാസ്സുകാർക്ക് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ടിപ്പ് പറഞ്ഞുതരാം. സിമ്പിളാണ്. എല്ലാ ദിവസവും വൈകിട്ട് നമ്മളെ ചീറ്റ് ചെയ്തില്ലെന്ന് ഉറപ്പ് വരുത്തുക. അത്രയും മതി, റിസൾട്ട് പുറകെ വരും. ചോപ്പ് ചെയ്ത സവാളയും പച്ചമുളകും സോട്ട് ചെയ്ത് മാരിനേഷൻ ബാക്കി ഗ്രേവിയും ചേർത്ത് കൊടുക്കാം. 1 കിലോ റൈസ് ആണ് എടുത്തിരിക്കുന്നത്. 1.5 ലിറ്റർ വെള്ളം വേണം. അതായത് 1 ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് വെള്ളം. ഇതൊക്കെ അല്ലേ, ഇത് ഈദ് സ്പെഷ്യൽ ബിരിയാണി ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും ലിറ്റിൽ ഷെഫിന്റെ അഡ്വാൻസ് ഈദ് മുബാറക്. റൈസ് ഹാഫ് കുക്കായ ഫ്രൈ ചെയ്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനുള്ള പരിപാടിയും കൂടെ ഒപ്പിക്കണം. സ്മോക്ക് എടുത്ത് ഒരു 20 മിനിറ്റും കൂടെ ദം ഇടണം. സ്മോക്ക് വന്നു, അടച്ച് വെയിറ്റ് കൊടുത്തേക്കാം. ടോട്ടലി 45 മിനിറ്റ് ആണ് കുക്കിംഗ് ടൈം. സ്റ്റൗ ഓഫ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം ദം പൊട്ടിക്കാം. കിടിലൻ സ്മെല്ലാണേ. ഏകദേശം സമയം 3:30 ആയിട്ടുണ്ട്. ചൂട് പോകുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ പീസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. സള്ളാസ് ഒക്കെ കൂട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്പട പൊളിച്ചു. ട്രൈ ആൻഡ് ടേസ്റ്റ്. കീപ് സ്മൈലിംഗ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.